ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോസി ഹോബീസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളിയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്ക് ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇതുപോലെ ഒരു ചട്ടി ഗ്യാസിൽ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 2 വലിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചെറുതായിട്ട്. ഇതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സവാള ഒന്നൊരു വെള്ള കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കുറച്ച് ചിക്കൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. കുറേയൊന്നും ചേർത്തെടുക്കുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ വേവിക്കാതെയാണ് ഇത് ചേർത്തെടുത്തിട്ടുള്ളത്. ഇത് ചേർത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ 1 മിനിറ്റോളം ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്തെടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ചേർത്തെടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണോളം പെരുംജീരക പൊടിച്ചതും, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് 1 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഞാനിത് ഒരു 2 മിനിറ്റോളം ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ചിക്കനൊക്കെ ഒന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തെടുക്കാം. ഞാനൊരു 1/2 കപ്പോളം വെള്ളമായിട്ടോ ചേർക്കുന്നത്. ഇത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. ഉപ്പും ചേർത്ത് മിക്സാക്കിയ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റോളം അതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളുടെ ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട് ഏകദേശമൊക്കെ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ, അത് ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള 2 കിഴങ്ങാട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. വേവിച്ചതിന് ശേഷം ഉടച്ചെടുത്തിട്ടുള്ളതാണ്. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തത് ചേർത്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഞാൻ ലാസ്റ്റായിട്ട് 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 കപ്പോളം മൈദ ചേർത്തെടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു മുട്ടയും കൂടി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ മൈദ എടുത്തിട്ടുണ്ടായിരുന്ന അതേ അളവ് തന്നെ വെള്ളം കൂടി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ ബോട്ടിലില്ലെങ്കിൽ 7-അപ്പിൻ്റെ കുപ്പിക്ക് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലത്തെ 3 ബോട്ടിലിന് 200 രൂപയ്ക്ക് താഴെയായിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാവ് ചേർത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് ഒരു നൂലപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ.
ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതാ അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നൂലപ്പത്തിൽ നിന്ന് ഒരു നൂലപ്പം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ് കുറച്ച് ചേർത്തെടുക്കുന്നുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കിയിട്ടും കൂടി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് മടക്കിയെടുക്കാം. ഞാനിതാ ഇതുപോലെ ആയിട്ടാണ് മടക്കിയെടുക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാതും റെഡിയാക്കി എടുക്കാം. ഇത് ഒരുപാട് എണ്ണയിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. വീട്ടിൽ കാണുന്ന പോലെ ഇതുപോലെ ഒരു പാനിൽ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നെയ്യായാലും എടുക്കാം കേട്ടോ. ഇനിതാ ഓരോന്നും ഇതുപോലെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇഫ്താറിന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഐഡിയ ആണ്. ഇഫ്താറിന് മാത്രമല്ല അല്ലാത്ത സമയത്ത് നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ വീഡിയോയിൽ 4 കാണിച്ചിട്ടുള്ളൂ. ഇത്ര മാത്രമല്ല കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല രുചികരമായിട്ടുള്ള ഒരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.